വയനാട് കൽപ്പറ്റയിൽ നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയെന്ന് കുറ്റം സമ്മതിച്ചിരിക്കുകയാണ് നേപ്പാൾ സ്വദേശികളായ പ്രതികൾ. പോലീസിന്റെ ചോദ്യം ചെയ്യലിലാണ് പ്രതികളായ മഞ്ജു, ഭർത്താവ് അമർ, മകൻ റോഷൻ എന്നിവർ കുറ്റം സമ്മതിച്ചിരിക്കുന്നത്. റോഷന്റെ ഭാര്യ പാർവതിയുടെ പരാതിയിലാണ് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എം രാകേഷ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. എം രാകേഷ്, എപ്പോഴായിരുന്നു സംഭവം? എങ്ങനെയാണ് ഈ കൊലപാതകത്തിലേക്ക്, അതിന്റെ വിവരങ്ങളിലേക്ക് പോലീസ് എത്തിയത്? ഇപ്പോൾ പ്രതികളെ എല്ലാവരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? എന്താണ് കൂടുതൽ വിവരങ്ങൾ? ഡോക്ടർ അരുൺകുമാർ, 2024 മെയ്യിൽ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട് നേപ്പാൾ സ്വദേശിനിയായ യുവതി പാർവതി കഴിഞ്ഞ ദിവസമാണ് കൽപ്പറ്റയിൽ പരാതി നൽകുന്നത്. ഈ പരാതിയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ യുവതിയുടെ ഭർത്താവായിട്ടുള്ള റോഷനൊപ്പം തന്നെ റോഷൻ്റെ പിതാവ് അമർ, മാതാവ് മഞ്ജു എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയായിരുന്നു. ഈ ചോദ്യം ചെയ്യലാണ് നവജാത ശിശുവിനെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയെന്ന് പ്രതികൾ ഇപ്പോൾ കുറ്റം സമ്മതിച്ചിരിക്കുന്നത്. 7 മാസം ഗർഭിണിയായിരിക്കുമ്പോഴാണ് പാർവതിക്ക് ഗർഭഛിദ്രം നടത്തുന്നതിനായുള്ള മരുന്ന് മഞ്ജു നൽകിയത്. ഈ മരുന്ന് നൽകി 2 ദിവസത്തിന് ശേഷം പാർവതി പ്രസവിക്കുകയും ചെയ്തു. ഇതിന് തൊട്ടടുത്ത ദിവസമാണ് നവജാത ശിശുവിനെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയിട്ടുള്ളത്. ഈ കുറ്റമാണിപ്പോൾ പ്രതികൾ സമ്മതിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ കുട്ടിയുടെ മൃതദേഹം കണ്ടെടുക്കാനായിട്ടില്ല. ബാക്കി നടപടിക്രമങ്ങൾ പോലീസ് ചോദ്യം ചെയ്യലെല്ലാം തന്നെ ഇപ്പോഴും തുടരുകയാണ്. അല്പസമയം മുമ്പാണ് പ്രതികൾ കുറ്റം സമ്മതിച്ചിരിക്കുന്നത്. ശരി, എം രാകേഷാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്.